ഈദ് മുബാറക്. പെരുന്നാളിൻ്റെ സന്തോഷങ്ങളിലാണ് എല്ലാവരും. ഒരു മാസക്കാലം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലും പ്രീതിയിലും അവനിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചും വലിയ സന്തോഷത്തോടെ റമളാനിനെ അനുഭവിച്ചവരാണ് നമ്മൾ. വലിയ ഒരു കാലം അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ഇഷ്ടങ്ങളെയും വികാരങ്ങളെയും വിശപ്പിനെയും ഒക്കെ ക്ഷമിച്ച് അള്ളാഹു എന്ന ഒരു കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ട നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്ന കുറച്ചു ദിവസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആ ദിവസങ്ങൾക്ക് അള്ളാഹു നൽകുന്ന വലിയ സന്തോഷമാണ് ഈദുൽ ഫിത്ർ. ലിസ്വാഇമി ഫർഹത്താനി, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊരു സന്തോഷം നോമ്പ് തുറക്കുന്ന സമയത്താണ്, പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്താണ് എന്നും പറയാം. രണ്ടാമതൊരു സന്തോഷമുണ്ട്, അത് അള്ളാഹുവിനെ കാണുന്ന സമയത്താണ്. അസ്സൗമു ലീ വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ആ നോമ്പിൻ്റെ പ്രതിഫലം ഞാൻ നൽകുമെന്ന് വലിയ സന്തോഷത്തോടെ അള്ളാഹു പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഘട്ടങ്ങളിൽ അള്ളാഹു അനുവദിച്ച വിശുദ്ധ ഇസ്ലാം നമുക്ക് വകവെച്ചു തരുന്ന എല്ലാ സന്തോഷങ്ങളെയും എല്ലാ സുഖങ്ങളെയും എല്ലാ രസങ്ങളെയും നമുക്ക് ഉപയോഗപ്പെടുത്താം. പരസ്പരം കാണാനും കേൾക്കാനും കൂടിച്ചേരാനും കുടുംബ ബന്ധങ്ങൾ ചേർക്കാനും പരസ്പരം സന്തോഷങ്ങൾ അറിയിക്കാനും പരസ്പരം സഹായിക്കാനും നന്മകൾ ചെയ്തു കൊടുക്കാനും അങ്ങനെ അനേകം സുഹൃതങ്ങൾ സംഭവിക്കുന്ന വളരെ വിശിഷ്ടമായൊരു ദിവസമായി പെരുന്നാളിൻ്റെ ദിവസത്തെയും കൂടെ നമുക്ക് അലങ്കരിക്കാൻ കഴിയണം. ഇവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മാസം കൊണ്ട് നമ്മൾ നിർമ്മിച്ചെടുത്ത ഒരു സ്വഭാവമുണ്ട്, ഒരു ശൈലിയുണ്ട്, നമ്മുടെ ആരാധനകളുടെ ഒരു ചുറ്റുപാടുകളുണ്ട്. ഒരു മാസത്തെ പ്രയത്നം കൊണ്ട് ധ്യാനം കൊണ്ട് നമ്മൾ നേടിയെടുത്ത വളരെ പ്രത്യേകമായ അനുഭൂതി നൽകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ആ മാനസികാവസ്ഥയെ, ഈ അന്തരീക്ഷത്തെ, ഈ ആരാധനകളോടുള്ള ഇഷ്ടത്തെ മുറിച്ച് കളയുന്ന ഒരു സമീപനം ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു മാസത്തെ അധ്വാനത്തെ വിഫലമാക്കുന്ന ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. ശരിക്കും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന പോലെ 5 സന്തോഷങ്ങളുണ്ട്, അല്ല 5 പെരുന്നാളുകളുണ്ട്. ഏതൊക്കെയാണ് 5 പെരുന്നാളുകൾ? ഒന്നാമത്തെ പെരുന്നാൾ, ഒരു ദിവസം കളങ്കങ്ങളൊന്നും സംഭവിക്കാതെ പാളിച്ചകളൊന്നും സംഭവിക്കാതെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി അവനോട് തെറ്റു ചെയ്യാതെ പൂർത്തിയാകുന്ന ഒരു ദിവസം. ആ ദിവസം, അങ്ങനെ ഒരു ദിവസം പൂർത്തിയാകുമ്പോൾ ആ പൂർത്തീകരിക്കപ്പെടുന്ന സമയം വിശ്വാസിക്ക് പെരുന്നാളാണ്, സന്തോഷത്തിൻ്റെ ദിവസമാണ്. രണ്ടാമത്തെ അവൻ്റെ പെരുന്നാൾ, മുഅ്മിനിൻ്റെ പെരുന്നാൾ എന്ന് പറയുന്നത് അവൻ ഈമാനോടെ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ദിവസമാണ്, ശരിയായ വിശ്വാസത്തോടെ അള്ളാഹുവിലേക്ക് യാത്രയാകുന്ന ദിവസം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷയാണത്. ആ പ്രതീക്ഷ സാധ്യമാകുന്ന ദിവസം, അതാണ് ഏറ്റവും വലിയ പെരുന്നാൾ. മൂന്നാമത്തെ ഒരു പെരുന്നാൾ, അത് ഖിയാമത്തിൻ്റെ ഭയാനകതകളിൽ നിന്നൊക്കെ സുരക്ഷിതനായി സിറാത്ത് പാലം ഏറ്റവും സുന്ദരമായി വിട്ടുകിടക്കുന്ന വളരെ മനോഹരമായൊരു നിമിഷമുണ്ട്. ആ പാലം കടന്ന് കഴിയുമ്പോൾ ഏറ്റവും പേടിയിലുണ്ടായിരുന്ന, എന്തു സംഭവിക്കുമെന്ന ബേജാറിലുണ്ടായിരുന്ന മനുഷ്യൻ പാലം കടന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, അതവൻ്റെ പെരുന്നാളിൻ്റെ ദിവസമാണ്. നാലാമത്തെ പെരുന്നാൾ, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ദിവസമാണ്. 2 കാലും സ്വർഗത്തിൻ്റെ ഉള്ളിലെത്തി ഞാൻ സ്വർഗസ്ഥനാണ് എന്ന് ബോധ്യപ്പെടുന്ന സമയം, ആ സമയമാണ് 4-ാം പെരുന്നാൾ. 5-മതൊരു പെരുന്നാളുണ്ട്, എല്ലാ സുഖങ്ങളെയും എല്ലാ രസങ്ങളെയും എല്ലാ സന്തോഷങ്ങളെയും എല്ലാ വിഷയങ്ങളുടെയും അപ്പുറത്ത് മുഅ്മിനായ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖം, ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ രസം, അതവനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, വേണ്ടതൊക്കെ നൽകിയ, അവൻ അങ്ങേയറ്റം സ്നേഹിച്ച, അവൻ ചെയ്തതൊക്കെ പുറത്തു കൊടുത്ത സ്നേഹനിധിയായ കാരുണ്യക്കടലായ അള്ളാഹുവിനെ കാണലാണ്. അള്ളാഹുവിനെ കാണലാണ് മുഅ്മിനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാൾ. ആ പെരുന്നാളിന് വലിയ പ്രാധാന്യമുണ്ട്. ഇങ്ങനെ 5 പെരുന്നാളുകളെ നമുക്ക് അഭിമുഖീകരിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലിസ്വാഇമി ഫർഹത്താനി എന്ന് പറഞ്ഞതിലെ 1-ാം പെരുന്നാളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. നോമ്പ് മുറിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ നോമ്പിൻ്റെ കാലം കഴിഞ്ഞ് പെരുന്നാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള ഈ സന്തോഷം. എന്നാൽ 2-ാം പെരുന്നാൾ സംഭവിക്കുന്നത് അള്ളാഹുവിനെ കാണുന്ന സമയത്താണ്. ഇവിടെ നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം. ഞാൻ നോമ്പുകാരനായിരുന്നു, ആ നോമ്പുകാരനാവുക എന്നത് എൻ്റെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കലിൽ മാത്രമല്ല, എൻ്റെ കാഴ്ചയെ നിയന്ത്രിക്കലിലുണ്ട്, എൻ്റെ സംസാരത്തെ നിയന്ത്രിക്കലിലുണ്ട്, എൻ്റെ ആലോചനകളെ നിയന്ത്രിക്കലിലുണ്ട്. അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ അടങ്ങിയിട്ടാണ് എൻ്റെ നോമ്പ് പൂർത്തിയായത്. എന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തു.
അതൊക്കെ ഒഴിവാക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും റമദാൻ നമ്മളെ കൊണ്ട് ഒഴിവാക്കിപ്പിച്ചു. അതിനുള്ള ശേഷി തന്നു വിശുദ്ധ റമദാൻ. എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിച്ച പലതും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ പലരും ഒഴിവാക്കി. അത് കാണാത്ത ദിനങ്ങളുണ്ടായി. അങ്ങനെ നമ്മൾ ചെയ്തിരുന്ന പല തെറ്റുകളും പല സമയം കൊല്ലികളും സമയം നഷ്ടമായിരുന്ന പല വിഷയങ്ങളിൽ നിന്നും നമ്മൾ പൂർണ്ണമായി പിന്മാറി. നമുക്ക് മാറാൻ കഴിയുമെന്ന് വിശുദ്ധ റമദാൻ പ്രൂവ് ചെയ്തിരിക്കുന്നു. ഇത് മാത്രമല്ല, പുതിയ കുറേ ശീലങ്ങളുണ്ടായി. വിശുദ്ധ ഖുർആൻ എടുക്കാതെ ഒരു ദിവസവും കഴിഞ്ഞുപോയില്ല. തഹജ്ജുദ് നിസ്കാരവും ളുഹാ നിസ്കാരവും നമ്മുടെ ഭാഗമായി. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ തുടങ്ങി. അങ്ങനെ ഒട്ടനേകം നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഒരു ഭാഗത്ത് തിന്മകൾ ഒഴിവാവുകയും പുതിയ നന്മകൾ തുടങ്ങുകയും ചെയ്തു. ഇതെല്ലാം അടങ്ങിയതാണ് നോമ്പ്. ഇതെല്ലാം അടങ്ങിയതാണ് നമ്മുടെ റമദാൻ കാലം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കാലത്തെ ഒരു ചെറിയ നിമിഷം കൊണ്ട് മുറിച്ച് കളയരുത്. നമുക്ക് നോമ്പുകാരനായി തന്നെ തുടരണം. അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന നോമ്പ്, 30 ദിവസങ്ങൾ തുടർച്ചയായി ഉണ്ടായിരുന്ന നോമ്പ്, ആ നോമ്പിന് മാത്രമാണ് ഇവിടെ വിരാമം വന്നിട്ടുള്ളൂ. റമദാനിൻ്റെ നിർബന്ധമായ നോമ്പിന്. സുന്നത്ത് നോമ്പുകൾക്ക് ഇനിയും സാധ്യതകളുണ്ട്. ആവും പോലെ എടുക്കണം. അതോടുകൂടെ തിന്മകളുടെ മുന്നിൽ, വൈകാരികമായ ആഗ്രഹങ്ങളുടെ മുന്നിൽ, അനാവശ്യങ്ങളുടെ മുന്നിൽ നമ്മൾ നോമ്പുകാരനായി തന്നെ തുടരണം. ഏതുവരെ? രണ്ടാമത്തെ സന്തോഷമാകുന്ന അള്ളാഹുവിനെ കാണുക എന്ന വലിയ സുഖവും സന്തോഷവും ലഭിക്കുന്നത് വരെ നമുക്ക് നോമ്പുകാരനായി തുടരാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെ ഈ വിശുദ്ധ റമദാൻ നാളെ മഹ്ശറയിലെത്തുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവണം. റമദാൻ സംസാരിക്കും. എന്നെ ഉപയോഗിച്ച് നന്മകൾക്ക് വേണ്ടി വിനിയോഗിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരനെക്കുറിച്ച്. ആ നന്മകൾ പറയുന്ന സമയത്ത് ആ നന്മകൾ മുറിയാതെ അവിടം വരെ കൊണ്ടുചെന്ന് അവിടെ സന്തോഷിക്കാൻ നമുക്ക് വകയുണ്ടാവണം. വിശുദ്ധ റമദാൻ കൊണ്ട് വിജയിക്കണം. അങ്ങനെ ഒരുപാട് പ്രതിജ്ഞകൾ പുതുക്കാനുള്ള, ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വലിയൊരു ആലോചനയുടെ തുടക്കം കുറിക്കാനുള്ള വിശുദ്ധമായ ഒരു ദിവസം കൂടെയാണ് ഈദ്. ആഘോഷങ്ങളിൽ, സന്തോഷങ്ങളിൽ ഈ വലിയ ധർമ്മങ്ങളൊന്നും പെട്ടു പോവാതിരിക്കാനുള്ള ജാഗ്രത വേണം. അള്ളാഹു നമ്മുടെ പെരുന്നാളും റമദാനും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ പെരുന്നാൾ സന്തോഷങ്ങൾ. അസ്സലാമു അലൈക്കും.